തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ടായ കനത്ത തിരിച്ചടി കേവലം ഒരു അധികാര കൈമാറ്റമായോ ഭരണവിരുദ്ധ വികാരമായോ മാത്രം കാണാനാവില്ല. അത് ആഴത്തിലുള്ള ആശയപരമായ അപജയത്തിന്റെയും സംഘടനാപരമായ ജീർണതയുടെയും ശൈലീപരമായ ഏകാധിപത്യത്തിന്റെയും പരിണിത ഫലമാണ്. 2026 ഈ തെരഞ്ഞെടുപ്പ് ഫലം വിശകലനം ചെയ്യുമ്പോൾ പുറത്തുവരുന്ന രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങൾ എന്തൊക്കെയാണ്? സംസ്ഥാനത്തുണ്ടായത് കോൺഗ്രസ് അനുകൂല തരംഗമോ അതോ ഭരണവിരുദ്ധ തരംഗമോ? വ്യൂ പോയിന്റ് ചർച്ച ചെയ്യുന്നു 2026 ജനവിധിയും വ്യക്തിപൂജയിൽ വീണ വിപ്ലവ പ്രസ്ഥാനവും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുത്തിരിക്കുന്നത് തൊഴിലാളികളുടെ ത്യാഗത്തിന്റെയും രാഷ്ട്രീയ വിദ്യാഭ്യാസത്തിന്റെയും അടിത്തറയിലാണ്. എന്നാൽ 2010 ശേഷം, പ്രത്യേകിച്ച് രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് പാർട്ടിയിൽ ഇൻസെന്റീവ് ബേസ്ഡ് പൊളിറ്റിക്സ് എന്ന പുതിയ രീതി വളർന്നു വന്നു. വികസന പ്രവർത്തനങ്ങളെ കമ്മീഷൻ ഏജന്റുമാരുടെ കണ്ണിലൂടെ കാണുന്ന ഒരു പുതിയ വിഭാഗം നേതാക്കൾ പാർട്ടിയിൽ പിടിമുറുക്കി. വികസനം എന്നത് ജനക്ഷേമത്തിന് ഉപരിയായി കോർപ്പറേറ്റ് തന്ത്രങ്ങളും ക്വിക്ക് ഫിക്സ് പദ്ധതികളുമായി മാറിയപ്പോൾ സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ പാർട്ടിയിൽ നിന്ന് അകന്നുപോയി. പയ്യന്നൂർ, തളിപ്പറമ്പ് തുടങ്ങിയ പാർട്ടി ഗ്രാമങ്ങളിൽ പോലും അണികൾ നേതൃത്വത്തിനെതിരെ തിരിഞ്ഞത് ഈ മൂല്യച്യുതി തിരിച്ചറിഞ്ഞതുകൊണ്ടാണ്. വി കുഞ്ഞികൃഷ്ണനെ പോലുള്ള നേതാക്കൾ ഉയർത്തിയ രാഷ്ട്രീയ സാമ്പത്തിക വിയോജിപ്പുകൾക്ക് ജനങ്ങൾ നൽകിയ അംഗീകാരമാണ് ആ മണ്ഡലങ്ങളിലെ ഫലം. ഒരു പോരാട്ടത്തിന്റെ ഭാഗമായാണ് മത്സരരംഗത്തേക്ക് വന്നതെന്ന് തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ച ഒരു കാര്യമാണ്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ആരംഭിച്ച ഘട്ടത്തിൽ വലിയ സ്വീകാര്യതയാണ് ജനങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടായത്. പോളിംഗ് കഴിഞ്ഞപ്പോൾ ജയപ്രതീക്ഷ നൽകുന്ന ഒരവസ്ഥയാണ് മണ്ഡലത്തിലെ വലിയ വിഭാഗം ജനങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടായത്. ആ നിലയിൽ തന്നെ ആ കാര്യങ്ങൾ മാധ്യമങ്ങളോട് വോട്ടെണ്ണുന്നതിന് മുമ്പ് തന്നെ സൂചിപ്പിച്ചിട്ടുള്ളതുമാണ്. എൻ്റെ പുസ്തകത്തിന് നൽകിയ പേര് നേതൃത്വത്തെ അണികൾ തിരുത്തണം എന്നതാണ്. അതിന് പയ്യന്നൂർ മണ്ഡലത്തിലെ ജനങ്ങൾ സന്നദ്ധമായി എന്നതാണ് ഈ വിജയത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഐക്യജനാധിപത്യ മുന്നണി എന്നെ പിന്തുണക്കാൻ തയ്യാറായി. അതോടൊപ്പം തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് ഞാൻ ഉന്നയിച്ച വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ നിലയിൽ ജനങ്ങൾ എന്നെ പിന്തുണക്കുന്നതിന് വേണ്ടി സന്നദ്ധമായിട്ടുണ്ട്. ഇത് രണ്ടും കൂടിച്ചേർന്നതാണ് എൻ്റെ വിജയം. ഐക്യജനാധിപത്യ മുന്നണിയുടെ ഒട്ടേറെ നേതാക്കന്മാർ, കെ.സി. വേണുഗോപാൽ ഉൾപ്പെടെ KPCC പ്രസിഡന്റ്, അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ, അതുപോലെ തന്നെ ഷിബു ബേബി ജോൺ RSP നേതാവ്, ഇത്തരത്തിലുള്ള ഒട്ടേറെ നേതാക്കൾ ഇപ്പം എൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് VM സുധീരൻ പയ്യന്നൂരിൽ വരികയും പൊതുയോഗ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഐക്യജനാധിപത്യ മുന്നണിയിലെ ഘടകകക്ഷികളുടെ നേതാക്കന്മാർ, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരുൾപ്പെടെ ഒട്ടേറെ നേതാക്കന്മാർ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് പയ്യന്നൂരിലെത്തിച്ചേരുകയും സഹായങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം ഒരു കൂട്ടായ്മയുടെ വിജയമാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുള്ളത് എന്നതാണ് കാണാൻ സാധിക്കുന്നത്. ആ നിലയിലേക്ക് ഈ ജനങ്ങളേൽപ്പിച്ച ഉത്തരവാദിത്വം നിർവഹിച്ച് മുന്നോട്ട് പോകാൻ കഴിയും. അതിന് സന്നദ്ധമാണ് എന്ന് മാത്രമാണ് ഈ വേളയിൽ സൂചിപ്പിക്കാനുള്ളത്. എനിക്ക് വോട്ട് ചെയ്ത് ഈ വലിയ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിച്ച പയ്യന്നൂർ മണ്ഡലത്തിലെ എല്ലാ വോട്ടർമാർക്കും എൻ്റെ നന്ദി കൂടി ഈ സന്ദർഭത്തിൽ രേഖപ്പെടുത്തുകയാണ്. ഇത് മറുപടി ആർക്കെന്ന് ചോദിച്ചാൽ, ഞാൻ CPM-നകത്ത് ഒരു പോരാട്ടമാണ് നടത്തി പുറത്തു വന്നത്. അപ്പോൾ അത് തിരുത്താൻ, ഈ തെറ്റിൽ നിന്ന് തിരുത്തൽ വരുത്തണമെന്നാണ് ഞാൻ ആവശ്യപ്പെട്ടത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തുണ്ടാകുന്ന അപജയങ്ങൾ ഇല്ലാതാക്കാൻ കഴിയണമെന്നതാണ് ഞാൻ ആവശ്യപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ആ തെറ്റ് തിരുത്തിക്കുന്നതിന് വേണ്ടിയുള്ള അണികളുടെ ഒരു വികാരമാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ പ്രതിഫലിച്ചിട്ടുള്ളത് എന്നതുകൂടി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് കേരളത്തിലെ CPM നേതൃത്വം തിരുത്തൽ വരുത്തേണ്ടുന്ന കാര്യങ്ങളിൽ തിരുത്തൽ വരുത്തി മുന്നോട്ട് പോകാൻ ഈ തെരഞ്ഞെടുപ്പ് വിധി അവരെ പ്രേരിപ്പിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പാർട്ടിയുടെ പ്രധാനപ്പെട്ട കോട്ടകളിൽ പോലും വലിയ ഇടിവാണ് വോട്ടുകൾ സംഭവിച്ചിരിക്കുന്നത്.
അല്ല, അതിലേക്കൊന്നും ഞാനിപ്പോൾ കിടക്കാത്തതാണ്. പയ്യന്നൂർ അസംബ്ലി മണ്ഡലം രൂപീകരിക്കപ്പെട്ടതിന് ശേഷം CPM കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളരുന്നത് വരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ, പിളർന്നതിന് ശേഷം CPMൻ്റെ നേതാക്കന്മാരല്ലാതെ മറ്റൊരാളെയും ഇന്നേ വരെ ജയിപ്പിക്കാത്ത മണ്ഡലമാണ്. 1957 തെരഞ്ഞെടുപ്പിൽ VMSനെ ജയിപ്പിച്ച നീലേശ്വരം മണ്ഡലത്തിൻ്റെ ഭാഗമായിരുന്നു പയ്യന്നൂർ. അന്ന് നീലേശ്വരം ദയാംഗ മണ്ഡലമായിരുന്നു. അപ്പോൾ കേരളപ്പിറവി മുതൽ ഈ നിലയിൽ കമ്മ്യൂണിസ്റ്റുകാരെ മാത്രം ജയിപ്പിച്ച ഈ പയ്യന്നൂർ മണ്ഡലം എന്നെ ജയിപ്പിച്ച വോട്ടർമാർക്ക് ഒരു കാര്യത്തിൽ അഭിമാനിക്കാം, ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ തന്നെ വിജയിപ്പിക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ കൂടി അഭിമാനിക്കാം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. വോട്ടിൻ്റെ കണക്കൊക്കെ വിശദമായി പരിശോധിക്കാനിരിക്കുന്നതേ ഉള്ളൂ. എല്ലാ പഞ്ചായത്തിലും മിക്കവാറും എല്ലാ ബൂത്തുകളിലും വലിയ നിലയിലുള്ള മാറ്റമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ളത്. കള്ളവോട്ട് LDF വ്യാപകമായി ഈ തെരഞ്ഞെടുപ്പിൽ ചെയ്തിരുന്നുവെന്ന് നേരത്തെ തന്നെ ഞങ്ങൾ സൂചിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അത് വസ്തുതയാണ് എന്നത് നേരത്തെ ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. ഇപ്പോൾ ഈ കൗണ്ടിങ്ങിന് ശേഷവും ആ കാര്യത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുകയാണ്. പക്ഷേ കള്ളവോട്ട് ചെയ്തിട്ടും ജയിക്കാൻ സാധിച്ചില്ല എന്നതാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അല്ല, അതിപ്പോൾ നമുക്ക് പറയാൻ സാധിക്കില്ല. ഈ ജനാധിപത്യത്തിൻ്റെ ഒരു സ്വകാര്യതയുണ്ടല്ലോ, ആ സ്വകാര്യതയിലേക്ക് മറ്റുള്ളവർ കടന്നു കയറുന്നത് ശരിയല്ല. അതുകൊണ്ട് ആർക്ക് ചെയ്തു എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. കേരളത്തിലെ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ദുരന്തം പാർട്ടിയുടെ അധികാരം മുഴുവൻ ഒരൊറ്റ വ്യക്തിയിലേക്ക് കേന്ദ്രീകരിക്കപ്പെട്ടു എന്നതാണ്. പിണറായി വിജയനല്ലാതെ മറ്റാരുണ്ട് എന്ന പ്രതിലോമകരമായ മുദ്രാവാക്യം ഒരു വിപ്ലവ പാർട്ടിക്ക് ചേർന്നതായിരുന്നില്ല. ക്യാബിനറ്റിലും പാർട്ടിയിലും മുഖ്യമന്ത്രിയുടെ വാക്ക് അവസാന വാക്കായി മാറി. സെക്രട്ടേറിയറ്റിലെ ചർച്ചകളുടെ സമയം കുറഞ്ഞതും കീഴ്ഘടകങ്ങളിൽ നിന്നുള്ള വിമർശനങ്ങൾ അടിച്ചമർത്തപ്പെട്ടതും പാർട്ടി ഒരു ഏകാധിപത്യ സ്വഭാവത്തിലേക്ക് എത്തിച്ചു. PM ശ്രീ പദ്ധതി പോലുള്ള പ്രധാന തീരുമാനങ്ങൾ പാർട്ടി ഘടകങ്ങളിൽ ചർച്ച ചെയ്യാതെ എടുത്തത് ഇതിന് ഉദാഹരണമാണ്. ഒരു കാലത്ത് ഉൾപാർട്ടി ജനാധിപത്യത്തിന് പേര് കേട്ടിരുന്ന CPMൽ ഇന്ന് ചോദ്യം ചോദിക്കുന്നവർ നികൃഷ്ട ജീവികളോ പാർട്ടി വിരുദ്ധനോ ആയി മുദ്രകുത്തപ്പെടുന്നു. അമ്പലപ്പുഴയിലും ആലപ്പുഴയിലും G സുധാകരനെ പോലുള്ള മുതിർന്ന നേതാക്കൾ ഉയർത്തിയ രാഷ്ട്രീയ ക്രിമിനൽ വൽക്കരണത്തിനെതിരെയുള്ള ശബ്ദം അണികൾക്കിടയിൽ വലിയ സ്വാധീനമുണ്ടാക്കി. ഭരണനിർവഹണത്തിലെ ധൂർത്തും സ്വജനപക്ഷപാതവും ജനങ്ങളിൽ വലിയ അമർഷമുണ്ടാക്കി. കേരയിൽ മുതൽ AI ക്യാമറ വരെയുള്ള പദ്ധതികളിൽ ഉയർന്ന അഴിമതി ആരോപണങ്ങൾ വികസനത്തിന്റെ തിളക്കം കെടുത്തി. കൂടാതെ പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യയെ പോലുള്ളവർക്ക് സീറ്റ് നൽകിയത് കുടുംബവാഴ്ച എന്ന ആരോപണത്തിന് കരുത്തു പകർന്നു. ഇത് സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകർക്ക് നൽകിയ സന്ദേശം തെറ്റായിരുന്നു. സ്വന്തം അണികൾ പോലും ഭരണകൂടത്തിന്റെ ധാർഷ്ട്യത്തിനെതിരെ വോട്ട് ചെയ്യുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങി. ന്യൂനപക്ഷ വോട്ടുകൾ എക്കാലത്തും ഇടതുപക്ഷത്തിന്റെ ശക്തിയായിരുന്നു. എന്നാൽ ഇത്തവണ ഭൂരിപക്ഷ വർഗീയതയെ തൃപ്തിപ്പെടുത്തുവാനുള്ള ശ്രമങ്ങൾ ഇടതുപക്ഷത്തിന് വിനയായി. വെള്ളാപ്പള്ളി നടേശനെ പോലെയുള്ളവരെ പാലമായി ഉപയോഗിച്ച് ഹിന്ദു ഏകീകരണം ലക്ഷ്യമിട്ടത് ന്യൂനപക്ഷങ്ങളെ പാർട്ടിയിൽ നിന്നകറ്റി. ദളിത് വിഭാഗങ്ങൾക്ക് മന്ത്രിസഭയിൽ അർഹമായ പ്രാതിനിധ്യം നൽകാത്തതും അവരെ കേവലം വോട്ട് ബാങ്കായി മാത്രം കണ്ടതും പരമ്പരാഗത വോട്ടുകളുടെ ചോർച്ചയ്ക്ക് കാരണമായി. സത്യനന്ദിക്കാട് ശ്രീനിവാസൻ കൂട്ടുകെട്ടിലെ സന്ദേശം സിനിമയെ ഇടതു ബുദ്ധിജീവികളെന്നും അരാഷ്ട്രീയമെന്ന് വിളിച്ച് പരിഹസിച്ചിരുന്നു. എന്നാൽ ഇത്തവണ ജനങ്ങൾ കാട്ടിയത് യഥാർത്ഥ രാഷ്ട്രീയ പ്രബുദ്ധതയാണ്. രാഷ്ട്രീയം എന്നത് പാർട്ടിയോടുള്ള കണ്ണടച്ചുള്ള കൂറല്ല, മറിച്ച് നീതിബോധമാണെന്ന് കേരളീയർ തെളിയിച്ചു. കൊല്ലത്തെ ഭരണത്തിന് ശേഷം 13 മന്ത്രിമാരും 50 MLA-മാരും തോറ്റത് വെറുമൊരു തോൽവിയല്ല, മറിച്ച് ഒരു ജനതയുടെ പ്രതിഷേധമാണ്. മുഖ്യമന്ത്രിയുടെ ഭൂരിപക്ഷം കുറഞ്ഞതും UDF-ന്റെ വമ്പിച്ച വിജയവും സൂചിപ്പിക്കുന്നത്
ജനങ്ങൾ വികസനത്തെക്കാൾ ഉപരിയായി ജനാധിപത്യപരമായ മര്യാദയ്ക്കും വിനയത്തിനും വില നൽകുന്നു എന്നതാണ്. ഇടതുപക്ഷത്തിന്റെ പരാജയം ഇടതുപക്ഷ ആശയങ്ങളുടെ പരാജയമല്ല, മറിച്ച് ആ ആശയങ്ങളെ വിറ്റുതുലച്ച നേതൃത്വത്തിന്റെ പരാജയമാണ്. അധികാരം കേന്ദ്രീകരിക്കുന്നതും താഴെത്തട്ടിലുള്ള അണികളുടെ വികാരം മാനിക്കാത്തതും ഒരു പാർട്ടിയെ നാശത്തിലേക്ക് നയിക്കുമെന്ന് ഈ ഫലം ഓർമ്മിപ്പിക്കുന്നു. ഈ പരാജയത്തെ സംബന്ധിച്ച് അതിനുണ്ടായ വിവിധ കാര്യങ്ങൾ, വിവിധ ഘടകങ്ങൾ എങ്ങനെയൊക്കെയാണ് പ്രവർത്തിച്ചിട്ടുള്ളത് എന്നത് സംബന്ധിച്ച് ഞങ്ങൾ സംഘടനാപരവും രാഷ്ട്രീയവുമായ പ്രശ്നങ്ങളും വിവിധ തരത്തിലുള്ള പ്രചാരവേലകൾ നമുക്കെതിരായിട്ട് വന്നിട്ടുള്ള കാര്യങ്ങളും എല്ലാം ഇതിന് ഇടയായിട്ടുണ്ട് എന്നാണ് പാർട്ടി പ്രാഥമികമായിട്ട് കാണുന്നത്. ഇത് സംബന്ധിച്ച് CPIM പാർട്ടിയുടെ പ്രവർത്തകരെയും പാർട്ടി ഘടകങ്ങളെയും LDFിലെ ഘടകകക്ഷികളെയും ജനങ്ങളെ ആകെയും വിശ്വാസത്തിലെടുക്കുകയും അവരുടെ അഭിപ്രായങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കും തിരിച്ചടിയെക്കുറിച്ചുള്ള ഞങ്ങളുടെ പരിശോധനയും നിലപാടുകളും. ഈ തെരഞ്ഞെടുപ്പിൽ LDFന് 37.6% വോട്ടാണ് ലഭിച്ചത്. അത് താരതമ്യേന കുറഞ്ഞ ശതമാനം വോട്ട് തന്നെയാണ്. എന്നാൽ കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ 2019 35.1%, 2024 33.35% വോട്ടുകളാണ് LDFന് ലഭിച്ചിരുന്നത്. ആ സന്ദർഭത്തിലെല്ലാമുള്ള തിരിച്ചടിയിൽ നിന്ന് പാഠം പഠിക്കുകയും ജനങ്ങൾക്ക് ബോധ്യമാകും വിധത്തിൽ തിരുത്തലുകൾ വരുത്തിയും ഇടതുപക്ഷം തിരിച്ചു വന്ന ചരിത്രമാണ് കേരളത്തിൽ ഉള്ളത്. വിലയിരുത്തലുകൾ സത്യസന്ധമായിരിക്കും. അത് സംബന്ധിച്ച് വളരെയേറെ പ്രാധാന്യത്തോടു കൂടി മെയ് ജൂൺ മാസങ്ങളിൽ പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളും വിളിച്ചു ചേർത്ത് എല്ലാ സഖാക്കൾക്കും പറയുന്നത് കേൾക്കാനും മുഖവിലക്കെടുക്കാനും സാധിക്കണമെന്നാണ് ഇപ്പോൾ പാർട്ടിയെ ആദ്യം തന്നെ ആലോചിച്ചിട്ടുള്ളത്. പ്രാഥമികമായ ഒരു പരിശോധന മാത്രമാണ് ഇന്നത്തെ സെക്രട്ടേറിയറ്റ്, ഇപ്പോൾ തീർന്നിട്ടില്ല, ഇന്നത്തെ സെക്രട്ടേറിയറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പാർട്ടി സഖാക്കൾക്ക് നിർഭയമായും സ്വതന്ത്രമായും അവരുടെ ഘടകങ്ങളിൽ അഭിപ്രായങ്ങൾ പറയാൻ അവസരമൊരുക്കണം എന്നാണ് പാർട്ടി നേതൃത്വത്തിൻ്റെ അഭിപ്രായം. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ പങ്കെടുത്തുകൊണ്ട് ജില്ലാ സെക്രട്ടേറിയറ്റും 2 ദിവസം നീണ്ടു നിൽക്കുന്ന ജില്ലാ കമ്മിറ്റികളും ചേരാൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാ ഏരിയ കമ്മിറ്റികളും, കേരളത്തിലെ മുഴുവൻ ഏരിയ കമ്മിറ്റികളും പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ പങ്കെടുത്തുകൊണ്ട് ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ചേർന്ന് പരിശോധിക്കണം, അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കണം എന്നിപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ പങ്കെടുത്തുകൊണ്ട് എല്ലാ ലോക്കൽ കമ്മിറ്റികളും ചേരാനും ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. ഏരിയ കമ്മിറ്റി അംഗങ്ങൾ പങ്കെടുത്തുകൊണ്ട് താഴെ ബ്രാഞ്ച് യോഗങ്ങളും പൂർണ്ണമായും ചേർന്ന് അവർക്ക് പറയാനുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കേൾക്കണമെന്നും തീരുമാനിച്ചിട്ടുണ്ട്. ഇത്തരം യോഗങ്ങളിലെ ചർച്ചകൾ കൂടി പരിഗണിച്ചാണ് പാർട്ടി തെരഞ്ഞെടുപ്പ് റിവ്യൂ തയ്യാറാക്കാൻ ഇപ്പോൾ തീരുമാനിച്ചത്. അല്ലാതെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഒരു റിവ്യൂ തയ്യാറാക്കി താഴത്തേക്ക് പോവുകയല്ല,
എല്ലാ കാര്യങ്ങളും കേട്ടതിന് ശേഷം, മനസ്സിലാക്കിയതിന് ശേഷം അവർക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞ് അതുകൂടി മനസ്സിലാക്കി കൃത്യമായ ഒരു റിവ്യൂ ഇവരുടെ എല്ലാം ചർച്ചയ്ക്ക് ശേഷം തയ്യാറാക്കണം എന്നാണ് പാർട്ടി സംസ്ഥാന കമ്മിറ്റി കണ്ടിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ പാർട്ടി റിവ്യൂ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പരാജയത്തിൻ്റെ പ്രത്യേക പശ്ചാത്തലത്തിൽ പാർട്ടിയുടനീളം കൃത്യതയോടുകൂടി കാര്യങ്ങൾ കണ്ടെത്താൻ വേണ്ടിയുള്ള ഫലപ്രദമായ ഒരു നിലപാട് സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോകണം എന്ന് തന്നെയാണ് കണ്ടിട്ടുള്ളത്. ഇപ്പോഴ് വലിയ രീതിയിൽ നമുക്കെതിരായിട്ടുള്ള പ്രചാരവേലയും ചർച്ചകളും ഒക്കെ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം, മാധ്യമങ്ങൾക്ക് പ്രത്യേകിച്ചും അറിയാം. പക്ഷേ ആ പ്രചരണത്തെയെല്ലാം അതിജീവിച്ചുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാർട്ടിയെയും LDFനെയും ജനങ്ങളെയും മുഖവിലക്കെടുത്ത് ഈ പറയുന്ന നിലയിൽ സാധാരണ 5 വർഷം കഴിയുമ്പോൾ ഭരണമാറ്റം വരുന്ന സംസ്ഥാനമാണ് കേരളം. അത് ചരിത്രത്തിൻ്റെ തന്നെ ഭാഗമായിട്ട് തിരുത്തി കുറിച്ച് 10 വർഷം തുടർച്ചയായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണത്തിലായി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വീണ്ടും ഭരണത്തിൽ വരാൻ സാധിക്കുന്ന മുന്നണിയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിനുതകുന്ന തരത്തിലുള്ള തിരുത്തലുകൾ തീർച്ചയായും പാർട്ടി സ്വീകരിക്കും. അത് ഞങ്ങൾ ജനങ്ങളോടും പാർട്ടിയോടും പാർട്ടി സഖാക്കളോടുമെല്ലാം കൃത്യതയോടുകൂടി തുറന്നു പറയാൻ തന്നെയാണ് ആലോചിച്ചിട്ടുള്ളത്. ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ സ്ഥാനം ജനങ്ങളുടെ ഹൃദയപക്ഷത്താണ് എന്ന കാര്യം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ല. തൊഴിലാളികളും കൃഷിക്കാരും കർഷക തൊഴിലാളികളും ഉൾക്കൊള്ളുന്ന ഒരു വലിയ വിഭാഗം പാവപ്പെട്ട ജനങ്ങളുടെ ജീവിതത്തിനെതിരായി വരുന്ന ബൂർഷ്വാ കടന്നാക്രമങ്ങളെ അതിജീവിച്ചുകൊണ്ടാണ് പാർട്ടി കേരളത്തിൽ അതിശക്തമത്തായ അതിൻ്റെ സ്വാധീനം നിലനിർത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ വർഗീയതയ്ക്കെതിരായിട്ടുള്ള മതനിരപേക്ഷ നിലപാടുകളും ബഹുസ്വരതയും ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് വിട്ടുവീഴ്ചയില്ലാതെ പോരാട്ടം ഇടതുപക്ഷ പ്രസ്ഥാനം കേരളത്തിൽ നടത്തിയിട്ടുള്ളത്. അതിനെയും തുടർന്ന് എല്ലാവരുടെയും പൂർണ്ണ പിന്തുണയോടുകൂടി എല്ലാ തരത്തിലുള്ള വിശദാംശങ്ങളും പൂർണ്ണമായിട്ട് പരിശോധിച്ച് ആവശ്യമായ തിരുത്തലുകൾ വരുത്തി പാർട്ടി മുന്നേറും എന്നുള്ള കാര്യം ജനങ്ങളെ അറിയിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഈ പത്രസമ്മേളനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം ഈ തിരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായ 2 കാര്യങ്ങളാണ്. ഒന്ന്, പാലക്കാട് പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിന് നേരെ ആഹ്ലാദ പ്രകടനത്തിൻ്റെ ഭാഗമായിട്ട് നടത്തിയിട്ടുള്ള കടന്നാക്രമം, അത് സംസ്ഥാന കമ്മിറ്റി അതിശക്തിയായി പ്രതിഷേധിക്കുകയാണ്. അതിൻ്റെ പ്രതിഷേധങ്ങളൊക്കെ ഇന്നലെ അവിടെ നടത്തുകയുണ്ടായിട്ടുണ്ട്. രണ്ടാമത്തൊരു കാര്യം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംസ്ഥാനം ഭരിക്കുന്ന സന്ദർഭത്തിൽ സ്ഥലമാറ്റങ്ങൾ സംബന്ധിച്ച് പ്രത്യേക മാനദണ്ഡങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇവിടെ പുതിയ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ വന്നു കഴിഞ്ഞിട്ടില്ല. അതിനു മുമ്പ് തന്നെ നേരത്തെ കൃത്യതയോടുകൂടിയുള്ള മാനദണ്ഡമനുസരിച്ചുള്ള സ്ഥലമാറ്റത്തിന് പകരം ഭരണപക്ഷ സർക്കാർ ജീവനക്കാരുടെ ഒരു സംഘടനയുടെ നേതാവിൻ്റെ കത്ത് അങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ട് ട്രാൻസ്ഫർ ഓർഡർ ഉണ്ടാക്കിയിരിക്കുകയാണ്. സാധാരണ ഒരു തരത്തിലും ആർക്കും അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല. ആ രീതിയിലുള്ള ട്രാൻസ്ഫർ ഓർഡറിൻ്റെ കോപ്പി നമുക്ക് ലഭിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. അപ്പോൾ അത് തെറ്റായ ഒരു നിലപാടാണ്. അതിനെ ശക്തിയായിട്ട് സമൂഹം എതിർക്കും എന്ന് തന്നെയാണ് ചൂണ്ടിക്കാണിക്കാനുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് പൊതുവായിട്ട് പറയാനുള്ളത്. വോട്ടർമാർ ചെയ്തത് ശിക്ഷയല്ല, മറിച്ച് ഒരു തിരുത്തൽ പ്രക്രിയയാണ്. അത് ഉൾക്കൊള്ളുവാൻ നേതൃത്വം തയ്യാറാകുമോ എന്നതാണ് വരും ദിവസങ്ങളിലെ ചോദ്യം. വഴിവിളക്കുകൾ അണയുമ്പോൾ വഴി തെറ്റുന്നത് സ്വാഭാവികമാണ്. ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ ബോധമാകുന്ന വിളക്ക് അണഞ്ഞതാണ് ഈ വലിയ ദുരന്തത്തിന് കാരണം.